ക്ഷേത്രങ്ങളിൽ നമ്മൾ എന്തിനാണ് മണി മുഴക്കുന്നത്? ഒരു ക്ഷേത്രത്തിന്റെ ശാന്തമായ നിശബ്ദതയിൽ ഒരു മണിയുടെ മൂർച്ചയുള്ള ശബ്ദം വായുവിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് നമ്മൾ എന്തിനാണ് മണി മുഴക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മണി ശബ്ദത്തിനുള്ള ഒരു ഉപകരണം മാത്രമല്ല, മറിച്ച് ഒരു ആത്മീയ ഉപകരണം ആണെന്ന് പറയപ്പെടുന്നു. പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് മണി മുഴക്കുന്നത് ദൈവികതയിലേക്കുള്ള ക്ഷണത്തെയും നിഷേധാത്മകതയിലേക്കുള്ള വിടവാങ്ങലിനെയും സൂചിപ്പിക്കുന്നു. ആത്മാവിനെ ഉണർത്താനും മനസ്സിനെ വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരാനും ശബ്ദം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഓം എന്ന് പ്രതിധ്വനിക്കുന്ന മണിയുടെ ശബ്ദം പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചശക്തിയുമായി പ്രതിധ്വനിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഇത് തലച്ചോറിന്റെ ഇരുവശങ്ങളെയും സജീവമാക്കുന്നു. ഇടത് യുക്തിപരമായ ശാന്തമാക്കുന്നു, വലത് സൃഷ്ടിപരമായ ഊർജ്ജസ്വലമാക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കാലുകൾ കൊണ്ട് മാത്രമല്ല, പൂർണ്ണ അവബോധത്തോടെയും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. ഒരു ഐതിഹ്യവുമുണ്ട്. പുരാതന കാലത്ത് മണി ദുഷ്ടാത്മാക്കളെ അകറ്റുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നുവെന്ന് പറയപ്പെടുന്നു. മണിയുടെ കമ്പനം സ്ഥലത്തെ ശുദ്ധീകരിക്കുകയും ദേവതയെ നിങ്ങളുടെ വരവിനെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. ചെമ്പ്, സിങ്ക്, ടിൻ തുടങ്ങിയ ലോഹങ്ങളുടെ മിശ്രിതം കൊണ്ട് നിർമ്മിച്ച മണി അതിന്റെ പ്രതിധ്വനി കുറഞ്ഞത് 7 സെക്കൻഡ് നീണ്ടുനിൽക്കുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യശരീരത്തിലെ 7 ഊർജ്ജ കേന്ദ്രങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഈ വിന്യാസം ഭക്തരെ ഒരു പവിത്രമായ അവസ്ഥയിലേക്ക് കടക്കാൻ സഹായിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ക്ഷേത്രമണി അടിക്കുമ്പോൾ ഓർമ്മിക്കുക, നിങ്ങൾ വെറുതെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയല്ല, നിങ്ങൾ ദൈവത്തെയാണ് വിളിക്കുന്നത്.